ഇതൊരു പാർസൽ ഓപ്പണിംഗ് വീഡിയോ ആണ് കേട്ടോ. അതായത് അൺബോക്സിങ് വീഡിയോ. നമ്മൾ ഓൺലൈൻ ബിസിനസ്സുകാർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ് ഇതിലുള്ളത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഈസ് മുഫീദ നോഫൽ ഫ്രം മൈ ഫാഷ്. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും, ലേഡീസ് ആയാലും എല്ലാ ആൾക്കാരും സ്വന്തമായിട്ട് എന്തെങ്കിലും ഏൺ ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വീട്ടിലിരിക്കുന്ന ആൾക്കാരും, പഠിച്ചിട്ട് എന്തെങ്കിലും ജോലിയൊക്കെ കിട്ടാത്ത ആൾക്കാരൊക്കെ വീട്ടിൽ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഓൺലൈനിലായിട്ട് നമ്മൾ എന്തൊക്കെ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ അവർക്ക് എന്തായാലും യൂസ്ഫുൾ ആകുന്നൊരു വീഡിയോ ആണിത്. അപ്പോൾ നമ്മൾ പാക്കിങ്ങിനെ കുറിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. പാക്കിംഗ് മെറ്റീരിയൽസിനെ കുറിച്ചിട്ടൊക്കെയാണ്. ഓരോ ബിസിനസ്സിലും, അതായത് ഓരോ പ്രൊഡക്റ്റിൻ്റെ കാറ്റഗറി അനുസരിച്ചിട്ട് നമ്മൾ പാക്കിംഗ് മെറ്റീരിയൽസിലൊക്കെ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്ന് ക്ലോത്തിങ് ബിസിനസ്സിൻ്റെയാണ്, കാരണം എനിക്ക് അതിലാണ് കൂടുതലായിട്ട് അറിയാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചില പ്രൊഡക്ട്സൊക്കെ വാങ്ങുമ്പോൾ, ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങുമ്പം അതിൻ്റെ കവറും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ഇതൊക്കെ ഇങ്ങനെയാണ്, ഗ്ലാസ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ചെറിയ ചെറിയ പോട്ട് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളതല്ലോ. എല്ലാം ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും നമ്മൾ പാക്കിങ് വരുന്നുണ്ടാവുക. അത് അത്രയും കെയർ ചെയ്യേണ്ട സാധനങ്ങൾ അത്രയും കെയർ ചെയ്തിട്ടായിരിക്കും. അതുപോലെ തന്നെ ഓൺലൈനിൽ നമ്മൾ ചെടിയൊക്കെ വാങ്ങുന്ന സമയത്ത് അത് അവരെങ്ങനെയാണ് പാക്ക് ചെയ്തിട്ടുള്ളത് എല്ലാം ഡിഫറെൻറ്റ് രീതിയിലായിരിക്കും. അപ്പം അതിനനുസരിച്ച് ഓരോ പ്രൊഡക്റ്റിൻ്റെയും സ്വഭാവം അനുസരിച്ചിട്ട് അതിൻ്റെ പാക്കിംഗ് ഡിഫറൻസ് ഉണ്ടാവും. അപ്പം നമ്മളിവിടെ ക്ലോത്തിങ് ബിസിനസ്സിൻ്റെ കാര്യമാണ്. എനിക്ക് കിട്ടുന്ന പ്രോഫിറ്റിൽ അല്ലെങ്കിൽ നമ്മളൊരു ഏണിങ്സിൽ ഒരു ഭാഗം 80% ഞാൻ ചിലവാക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. പാക്കിംഗ് മെറ്റീരിയൽസിന് വേണ്ടി, അല്ലെങ്കിൽ പുതിയ മെറ്റീരിയൽസ്, നമ്മൾ റോ മെറ്റീരിയൽസ് ഉണ്ടല്ലോ, നമ്മൾ ഫാബ്രിക് ആയാലും അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ടൂൾസ്, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ വാങ്ങാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പൊതുവെ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും, ഗ്രോയിങ് ആയിട്ടുള്ള ബിസിനസ്സുകാരൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവും. അപ്പം നമ്മൾ നോർമലി നമ്മൾ സാധാരണ ഫ്രോക്കൊക്കെ ആണെങ്കിൽ ഒരു ട്രാൻസ്പെറൻറ്റ് കവറിലും അതുപോലെ തന്നെ കൊറിയർ പാക്കിലാണ് ചെയ്യുന്നത്. പിന്നെ കുറച്ചും കൂടെ ബഡ്ജറ്റ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഇതുപോലുള്ള പാക്കിലും ബോക്സിലും ഒക്കെ ആയിട്ട് നമ്മൾ ഡിസ്പാച്ച് ചെയ്യും. ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ, നമ്മൾ മത്തിയും അയിലൊക്കെ പാക്ക് ചെയ്യുന്ന പോലെ ജസ്റ്റ് ഒരു കവറിലും ഇട്ടിട്ട് വലിയ പൈസൻ്റെ ഒക്കെ ഫ്രോക്കായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇതൊക്കെ ഇങ്ങനെ ചുരുട്ടി മടക്കി ഇങ്ങനെ ഒരു കൊറിയർ കവറിൽ ജസ്റ്റ് ഇങ്ങനെ പുട്ട് ചെയ്തിട്ട് പോകുന്നുണ്ടാവും. വേറെ ചിലരുണ്ട് നല്ല പാക്കിംഗ് ഒക്കെ ആയിരിക്കും, നല്ല സൂപ്പർ ഡ്രസ്സൊന്നും വലിയ ക്വാളിറ്റി ഒന്നും ഇല്ലെങ്കിൽ പാക്കിംഗ് ഒക്കെ സൂപ്പറായിരിക്കും. നമ്മൾ കാണുമ്പോൾ തന്നെ വിചാരിക്കും എന്താ, നമ്മൾ ഏത് സാധനമായാലും നമുക്കും അങ്ങനെ തന്നെയല്ലേ. നമ്മളിപ്പോൾ ഒരു കൊറിയർ വന്നാലും നമ്മൾ ആദ്യം ആ പാക്കിംഗ് എങ്ങനെയുണ്ട്, അതിലെങ്ങനെയാണ് അതിൻ്റെ നമ്മൾ ആ പാക്ക് പൊളിക്കുമ്പോൾ സ്മെല്ല് ഒക്കെ നമ്മളെ ഒരു കസ്റ്റമർ എന്നുള്ള രീതിയിൽ നമ്മളെ ബാധിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ പാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇന്ന് പല ആൾക്കാരും അവരുടെ ലോഗോസും ബിസിനസ് നെയിംസൊക്കെ വെച്ചിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാക്കിംഗ് കവേഴ്സൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് നമ്മൾ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പാക്കിംഗ് കവേഴ്സൊക്കെയാണ് നമ്മളിപ്പം ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു അൺബോക്സിങ് വീഡിയോ ആണ്. നമ്മൾ പാക്കിംഗ് കവേഴ്സ് അല്ലെങ്കിൽ കൊറിയർ കവർ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അതുപോലെ തന്നെ നമ്മളോട് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട്, ലാബിൽ നമ്മൾ ചെയ്തിട്ടുള്ള ലാബിൽ എവിടെ നിന്നാണ് ചെയ്തിട്ടുള്ളത്, അതുപോലെ ടാഗ്. ഇപ്പം നമ്മൾ ലാസ്റ്റ് ചെയ്തിട്ടുണ്ടായ ഒരു സ്റ്റിക്കറാണ്, താങ്ക് യു കാർഡ് പോലെ. അപ്പോൾ ഞാൻ ആക്ച്വലി കാർഡ് അടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മളിപ്പോൾ നമുക്കൊരു പ്രൊഡക്റ്റ് കിട്ടി, ഒരു കൊറിയർ കവർ കിട്ടി, അതിൻ്റെ മുകളിൽ ചിലപ്പോൾ ആ ഒരു ഫേമിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ താങ്ക് യു കാർഡൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളതൊക്കെ ഫസ്റ്റ് പൊളിച്ചതൊക്കെ വേസ്റ്റിലായിരിക്കും ഇടുന്നുണ്ടാവാം. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, നമ്മൾ നോർമലി ഫ്രോക്ക് കുറച്ച് 2000 എബോവ് ഉള്ള ഫ്രോക്കൊക്കെയാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഫ്രോക്കൊക്കെ നമ്മൾ ഒരു സാരി കവറിലാണ് കേട്ടോ ആദ്യം പാക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഞാൻ താങ്ക് യു കാർഡ് വെക്കുന്നതിന് പകരം താങ്ക് യു കാർഡും പിന്നെ നമ്മൾ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരുന്ന സ്റ്റിക്കേഴ്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം അതാകുമ്പോൾ നമുക്ക് അത് അവിടെ തന്നെ ഉണ്ടാവും. പിന്നെ നമ്മൾ ഈ ഒരു കവർ സാരി കവർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ട്രാൻസ്പെറൻറ്റ് കവറാണെങ്കിൽ നമ്മളത് എന്തായാലും നമ്മളെന്താക്കും, നമ്മൾ കൊറിയർ കവറും ഇതൊക്കെ ചുരുട്ടിക്കൂട്ടി ഹരിതസേനേൻ്റെ ആ ഒരു കവർ ഉണ്ടാവില്ല, നമ്മൾ വീട്ടിൻ്റെ പിന്നാമ്പുറത്തോ എവിടെയെങ്കിലും ഉണ്ടാവില്ല, അതിൽ കൊണ്ടിടും അല്ലേ. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ചിലപ്പോൾ നമ്മൾ ഈ കടലാസ് കാര്യങ്ങൾ അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കത്തിക്കേണ്ടതിൽ കൊണ്ടുപോയിട്ട് ഇടും. അപ്പോൾ അങ്ങനെ നമ്മൾ മൈ ഫാഷൻ്റെ ടാഗും അല്ലെങ്കിൽ നമ്മൾ താങ്ക് യു കാർഡൊക്കെ കളയുന്നതിന് പകരം ഇങ്ങനെ ഒന്ന് സ്റ്റിക്കറായിട്ടാകുമ്പോൾ അത് അവിടെ തന്നെ നിൽക്കുമല്ലോ. അപ്പോൾ അവർക്കത് ഇങ്ങനെ ആ ഒരു ഉദ്ദേശത്തിലാണ് കേട്ടോ ഞാനത് ഇതുപോലെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ നമുക്ക് അടുത്തുള്ള എന്തെങ്കിലും ഒരു ഗ്രാഫിക് വർക്കൊക്കെ ചെയ്യുന്ന ഷോപ്പിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാ നാട്ടിലും അവൈലബിൾ ആണ്. നമ്മളത് ചെയ്താക്കാൻ വേണ്ടു. അല്ലാതെ ഒരാൾ ചെയ്തെന്ന് വെച്ചാൽ അവിടെ തന്നെ ചെയ്യണമെന്നില്ല. ഇപ്പം ഞാൻ ലാബിലും ആ ടാഗൊക്കെ എനിക്ക് തോന്നുന്നു 3 years മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ലാബിൽ എനിക്കൊന്ന് 5000 പീസുകളായിട്ട് അങ്ങനെ റോളായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിപ്പോഴും അതുണ്ട് ആ ഒരു കാര്യം. പിന്നെ ഞാൻ ചില ഡ്രസ്സിലൊക്കെ ലാബിൽ സ്റ്റിച്ച് ചെയ്യാൻ വിട്ടുപോകാറുണ്ട്, അതുപോലെ ടാഗൊക്കെ കൊടുക്കാൻ വിട്ടുപോകും. അപ്പം ചില കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട്, നിങ്ങൾ ലാബിലും ടാഗൊന്നും വെക്കാതിരുന്നത്, നിങ്ങളെ പ്രൊഡക്റ്റ് അല്ലേ.
അപ്പോൾ ശരിക്കും ഞാൻ വിചാരിച്ചു ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ്. അപ്പോൾ ഇപ്പം ഞാൻ എന്തായാലും എല്ലാത്തിലും വെക്കാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ 1000 താഴേക്കുള്ള ഫ്രോക്കും പിന്നെ നമ്മൾ മെറ്റീരിയൽ സെയിൽസൊക്കെ ഉണ്ട്, അതൊക്കെ ഈ ഒരു കവറിലാണ് കേട്ടോ ചെയ്ത്. അപ്പോൾ നമ്മൾ അതിലൊന്നും നമുക്ക് കാര്യമായിട്ടൊന്നും ഇല്ല. കാരണം ഈ പാക്കിംഗ് എന്നൊക്കെ പറയുന്നത് നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ് കേട്ടോ. കാരണം നമ്മളതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് എന്തായാലും റിട്ടേൺ കിട്ടും. കാരണം നമ്മൾ ഇങ്ങനെ ഒരു പാക്കറ്റിൽ ഇടുന്നതിനേക്കാളും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം എന്തായാലും നമുക്ക് ആ കസ്റ്റമേഴ്സ് നമ്മുടെ ഡ്രസ്സിൻ്റെ ക്വാളിറ്റിയും പിന്നെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് നമുക്ക് പിന്നെയും റിട്ടേൺ ഓർഡേഴ്സ് വരുന്നത്. നമ്മൾ ഡ്രസ്സ് വാങ്ങുന്ന പൈസക്ക് നമുക്ക് എന്തായാലും ഇതൊക്കെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആ പ്രൈസും കാര്യങ്ങളൊക്കെ പറയുന്നത്. നമ്മൾ പറയുന്ന പ്രൈസിനനുസരിച്ചിട്ടുള്ള ക്വാളിറ്റിയിൽ തന്നെ നമ്മൾ സാധനം കൊടുക്കാൻ ശ്രമിക്കാം. ഇപ്പം ഞാൻ ചെയ്യുന്നത് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള പാക്കിംഗ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം നമ്മൾ ഇനിയും ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുണ്ട്. അപ്പം നമ്മൾ ഇൻഷാ അല്ലാഹ് പുതിയ ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇത് നമ്മൾ ഫാബ്രിക് അതുപോലെ തന്നെ 1000 താഴേക്കുള്ള ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ, പിന്നെ ചെറിയ ചെറിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതായത് നമ്മൾ സ്റ്റോറീസൊക്കെ ഇട്ട് ഓഫറിന് നമ്മൾ കയ്യിൽ ഫാബ്രിക് ബാലൻസ് ഒക്കെ ഉണ്ടാവില്ല, നമ്മൾ വാങ്ങിയിട്ട് എക്സ്ട്രാ ഉണ്ടാക്കുക, അതൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന ഫ്രോക്കുകളുണ്ടാകും. അത് ഞാൻ നമ്മൾ ഓഫറിലിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒന്നും കിട്ടാനില്ല, അല്ലെങ്കിൽ നമ്മളത് പുതിയ ഓർഡേഴ്സ് ഒന്നും അതിൽ വരാൻ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ളതൊക്കെ അതിലാണ് കൊടുക്കാറുള്ളത്. കാരണം നമ്മൾ ബിസിനസ്സാണ് ചെയ്യുന്നത്, സർവീസോ അല്ലെങ്കിൽ വേറെ എന്തോ അല്ല ചെയ്യുന്നത്. അപ്പം എല്ലാ കസ്റ്റമേഴ്സിനും ഡിഫറെൻ്റ് ആയിട്ട് തന്നെ ഞാൻ കാണുന്നുള്ളത്. അപ്പം ആ ഒരു രീതിയിൽ അപ്പം നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ്, അതായത് നമ്മളെ ബഡ്ജറ്റിൽ കേട്ടോ കഴിയുന്നത് നമ്മൾ ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. പിന്നെ കുറച്ചും കൂടി ഹെവി ആയിട്ടുള്ള ഫ്രോക്കൊക്കെ ആണെങ്കിൽ ബോക്സ് പാക്കിങ് നമ്മൾ ചെയ്യാറുണ്ട്. സാരി കവർ പോലെ തന്നെയുള്ള വേറൊരു കുറച്ചും കൂടി ലെങ്ത്തും കിടത്തൊക്കെ ഉള്ളൊരു കവറും കൂടി ഉണ്ട് കേട്ടോ. അതിൽ നമ്മളിട്ടിട്ട് ഇതുപോലെയുള്ള ഇതിലേക്ക് പോസ്റ്റ് ഇടുക ചെയ്യുന്നത്. നമ്മൾ വീഡിയോൻ്റെ തുടക്കത്തിൽ കണ്ടില്ല ഒരു ഫ്രോക്ക്, നമ്മളൊരു ലാവൻഡർ ഫ്രോക്ക് പാക്ക് ചെയ്യുന്നത്, ആ ടൈപ്പിലുള്ളത്. അപ്പം നമുക്കിത് ഇപ്പോൾ ഈ ഒരു ഇതിൽ കണ്ടോ, ഈ ഒരു സൈസിലുള്ള കവറിൽ നമുക്ക് 2 പീസൊക്കെ ഇങ്ങനെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പുഷ് ചെയ്തിട്ട് നമുക്കിങ്ങനെ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ പാക്കിങ്ങിനനുസരിച്ചിട്ട് നമ്മൾ ഷിപ്പിംഗ് ചാർജിൽ വേരിയേഷൻ ഉണ്ടാകും. നമ്മൾ ഇതുപോലെയുള്ള പാക്കിങ്ങിലൊക്കെ ആണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് നമുക്ക് കുറക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ മാക്സിമം അതിൻ്റെ എയർ കളയാൻ ശ്രമിക്കുക. ഡ്രസ്സിൻ്റെ ഒക്കെ നമ്മൾ ബോക്സ് പാക്കിംഗ് ഒക്കെ ആകുമ്പോൾ റേറ്റ് ഡബിളൊക്കെ ആവും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ കസ്റ്റമറിനോട് അത് പറയാം, അത്രയേ ഉള്ളൂ. അവർക്കത് ബെയർ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ പാക്കറ്റിൽ തന്നെ ഇങ്ങനെ ഇതുപോലെ എയറൊക്കെ കളഞ്ഞിട്ട് നന്നായി ടൈറ്റ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള ഫ്രോക്കൊക്കെ ഇതുപോലെ ചെയ്യുമ്പം അത് നമ്മളെ ഡ്രസ്സൊക്കെ നല്ല ഡ്രസ്സൊക്കെ ഇതുപോലെയുള്ള നല്ല കവറിലൊക്കെ അല്ലേ സെറ്റ് ചെയ്യുന്ന അലമാരയിലൊക്കെ. ഞാനങ്ങനെയാണ് കേട്ടോ. ഇപ്പം എന്താ വെച്ചാൽ ഞാൻ ഒരു ഡ്രസ്സ് എടുത്താൽ ചിലപ്പോൾ എൻ്റെ മേത്തേക്ക് 3-4 ഡ്രസ്സ് ഒന്നിച്ച് അതേ അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കൊടുത്താൽ നമുക്ക് കസ്റ്റമേഴ്സിന് പിന്നെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ സാരി കവറാണ് കേട്ടോ. നമുക്ക് ഓൺലൈനിൽ മീഷോയിലും ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. 12 പീസും 24 പീസൊക്കെ ആയിട്ട് ഇങ്ങനെ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ പ്രാവശ്യം അങ്ങനെ വാങ്ങുന്നതാണ്. അപ്പം നിങ്ങൾ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങൾ വാങ്ങാം. എന്നോട് 1-2 ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ലിങ്ക്. അപ്പോൾ ഇത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ കൊറിയർ കവർ 3 സൈസിലുള്ളതാണ് യൂസ് ചെയ്യുന്നത്. സാധാരണ ഡ്രസ്സ് യൂസ് ചെയ്യാം, പിന്നെ കുറച്ചും കൂടി ഇതുപോലെയുള്ള കവേഴ്സ് യൂസ് ചെയ്യാം, പിന്നെ കുറച്ചും കൂടെ ബൾഗായിട്ടുള്ള കുറച്ചും കൂടെ ഹെവി ആയിട്ടുള്ളതുണ്ടാവും, അത് കുറച്ചും കൂടെ വലുത്.